الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ വിലവെക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ പകുതി ഭാഗവും നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പുണ്യമേറിയ തുടർന്നുള്ള ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. ആ മഹത്വവും വിലയും മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിനങ്ങളെയും പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ എല്ലാ സഹോദരീ സഹോദരന്മാരും ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ അവിസ്മരണീയമായ രംഗങ്ങൾ അരങ്ങേറിയിട്ടുള്ള ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ പത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ റമളാൻ 17 ബദർ യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധം പിൻകാലത്ത് വിശ്വാസികൾക്ക് പ്രചോദനമാകുന്ന, അവർക്ക് കരുത്താകുന്ന, പ്രതീക്ഷയാകുന്ന ഒരു യുദ്ധം അരങ്ങേറിയിട്ടുള്ള പത്താണത്. ബദർ എന്ന് പറയുന്നത് ഒരു സ്ഥലനാമമാണെങ്കിലും ഇന്നും അങ്ങനെ അറിയപ്പെടുന്നു ആ സ്ഥലമെങ്കിലും ബദർ എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികളായ ആളുകളുടെ അടുക്കലേക്ക്, മനസ്സിലേക്ക് കടന്നു വരിക ഒരു സ്ഥലത്തിൻ്റെ പേര് എന്നതിലുപരി അത് സത്യാസത്യ വിവേചനത്തിൻ്റെയും അതുപോലെ തന്നെ ധർമ്മത്തിൻ്റെ വിജയത്തിൻ്റെയും
ചരിത്രമാണ് എന്നതാണ്. നൂറുകണക്കിന് മാലാഖമാർ വിശ്വാസികൾക്ക് കവചം തീർത്തിട്ടുള്ള ദിനമാണ് റമളാൻ 17 എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ഈ അത്ഭുതത്തിന് പകരം വെക്കുവാൻ മറ്റൊന്നില്ല എന്നാണ് ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബദർ എന്ന് പറയുന്നത് ഒരു വർഗീയ സംഘട്ടനമോ ഒരു വംശീയ പോരാട്ടമോ ഒരു സായുധ വിപ്ലവമോ ഒന്നുമായിരുന്നില്ല. മറിച്ച് അത് ഒരു ആദർശ പോരാട്ടമായിരുന്നു. മറ്റ് സാമൂഹികമായ പരിഗണനകൾക്കപ്പുറം ഒരു ആദർശ പോരാട്ടമായിരുന്നു ബദർ എന്ന് പറയുന്നത്. തൗഹീദും ശിർക്കും തമ്മിൽ, വിശ്വാസവും അവിശ്വാസവും തമ്മിൽ, സത്യവും അസത്യവും തമ്മിൽ നടന്നിട്ടുള്ള ശക്തമായ ഒരു പോരാട്ടമായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കുവാൻ സാധിക്കുക. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ആ ദിനത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് യൗമുൽ ഫുർഖാൻ എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അംഫാലിലെ 41-ാമത്തെ വചനത്തിലൂടെ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം എന്നാണ്. സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ദിനം എന്ന് ഖുർആൻ തന്നെ ആ ദിനത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ യുദ്ധത്തിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്നത് ഒരുപക്ഷെ പിതാവോ സഹോദരനോ ബന്ധുവോ കുടുംബക്കാരനോ ഒക്കെയായേക്കാം. എന്നിരുന്നാലും ആ രക്തബന്ധമോ കുടുംബബന്ധമോ പോലും പരിഗണിക്കാതെ ആദർശത്തിന് വേണ്ടി പൊരുതുന്ന ഒരു രംഗമാണ് ബദറിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുക. എല്ലാം നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിൽ കഴിയുന്ന ഒരു സമൂഹത്തിന് ഏറെ കരുത്തും പ്രതീക്ഷയും നൽകുന്ന രംഗങ്ങളാണ് ബദറിലൂടെ നാം മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വദ്കുറൂ ഇദ് അൻതും ഖലീൽ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ഒരു പക്ഷമായിരുന്നു. വളരെ കുറച്ച് ആളുകളെ നിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. മുസ്തലഅഫൂന ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ ദുർബലരായിരുന്നു. എതിർക്കാൻ കഴിയാതെ ആ രൂപത്തിലുള്ള ഒരു എതിർപ്പിനും സാധിക്കാത്ത വിധത്തിൽ നിങ്ങൾ ദുർബലരായിരുന്നു. തഖാഫൂന അൻ യതഖഫ്ഫതുനാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. അത്രക്ക് ദുർബലരാണ് നിങ്ങൾ, അത്രക്ക് ന്യൂനപക്ഷമാണ് നിങ്ങൾ. ആ സമയത്ത് ഫആവാക്കും വഅയ്യദക്കും ബിനസ്രിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിക്കുകയും അവൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്തു. വറസഖകും മിനത്വയ്യിബാതി ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകുവാൻ വേണ്ടി ഏറ്റവും നല്ലതിൽ നിന്ന് നിങ്ങൾക്ക് സുഭിക്ഷത നൽകുകയും ചെയ്തു. ഖുർആൻ പറയുന്നത് അതാണ്. അഥവാ എത്ര ന്യൂനപക്ഷമായിരുന്നാലും, എത്ര അരികുവൽക്കരിക്കപ്പെട്ടവരായിരുന്നാലും, എത്ര ഭയത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നവരായിരുന്നാലും, നിങ്ങളെ സഹായിക്കുവാൻ ശക്തനായ ഒരു റബ്ബ് നിങ്ങൾക്ക് മുകളിലുണ്ട്. അവൻ ഏതു വിധേനയും ഏത് സമയത്തും നിങ്ങളെ സഹായിക്കും എന്ന പാഠം ഈ ബദറിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. സർവായുധ വിദൂഷകരായി ആട്ടട്ടഹസിച്ചു കൊണ്ടുവരുന്ന ഒരു സൈന്യം, 100 കണക്കിന് കുതിരകളും 700-ലധികം ഒട്ടകങ്ങളും, നർത്തകിമാർ, അവർക്ക് ആനന്ദം നൽകുവാൻ വേണ്ടി നർത്തകിമാരും, അങ്ങനെയെല്ലാം ബദറിലേക്ക് എത്തിപ്പെടുന്ന ആ ആരവത്തോടുകൂടി കടന്നു വരുന്ന ഒരു ശത്രു സൈന്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ കൂടെയുള്ളത്
നോമ്പ് നോറ്റ് ക്ഷീണിച്ച ആ വർഷമാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയത്, ഹിജറ 2. ആ വർഷം തന്നെയാണ് ബദർ നടക്കുകയും ചെയ്യുന്നത്. നോമ്പ് നോറ്റ് ക്ഷീണിച്ച വെറും 313 ആളുകൾ മാത്രമാണ്. അതുപോലെ തന്നെ 3 കുതിരകൾ മാത്രമേ അവരോടൊപ്പമുള്ളൂ. 7 ഒട്ടകങ്ങളുമാണ് ഒപ്പമുള്ളത്. ഭക്ഷിക്കുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യത്തിനോ ഒന്നും തന്നെ അവരുടെ അടുക്കലില്ല. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ആ 2 സൈന്യങ്ങൾ ഏറ്റുമുട്ടുന്നത്. ഏതായിരുന്നാലും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരുമായി കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ അവർ ആ യുദ്ധത്തെ നേരിടാൻ തീരുമാനിക്കുകയും ചെയ്തു. അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 3-4-1 എന്ന രൂപത്തിലായിരുന്നു. 313 വിശ്വാസികളും 1000-ലധികം ശത്രു സൈന്യവും. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്കെടുത്തു പറയുന്നുണ്ട്. സൂറത്തു ആലു ഇമ്രാനിലെ 123-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ഏറ്റവും ദുർബലരായി നിൽക്കുന്ന, എണ്ണമില്ലാതെ നിൽക്കുന്ന, വളരെ പരാജയപ്പെടുമോ എന്ന ഭയത്തിൽ നിൽക്കുന്ന ആ സമയത്ത് ബദറിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ എടുത്തു പറയുകയാണ്. ചരിത്രത്തിലൊരു സംഭവം നമുക്കിങ്ങനെ കാണാവുന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറിന് വേണ്ടി അണി നേരെയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ അണിയിൽ നിന്ന് ഒരാൾ അല്പം ദൂരേക്ക് ഓടിപ്പോവുകയാണ്. ആളുകൾ എന്തിനു വേണ്ടിയാണ് അയാൾ ഓടിപ്പോകുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടു. അല്പം കഴിഞ്ഞപ്പോ അയാൾ തിരിച്ചു വരുന്നു. വരുന്ന സമയത്ത് ഒരു ഈന്തപ്പനയുടെ മട്ടൽ അയാളുടെ കയ്യിലുണ്ട്. അവിടെ എല്ലാവരുടെ അടുക്കൽ വാള് പോലുമില്ല ശത്രുവിനോട് പൊരുതാൻ, പോരാട്ടം നടത്താൻ. അപ്പോ ഒരു ഈന്തപ്പനയിൽ നിന്ന് മടൽ വീഴുന്നത് കണ്ടുകൊണ്ട് ശത്രുവിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ആ മടലിന് വേണ്ടി ഓടിയതായിരുന്നു ആ സഹാബി. ആ രൂപത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവം കാണാവുന്നതാണ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനാ നിരതനായിട്ടിരിക്കുകയാണ്. പ്രവാചകന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ അൻജിസ്നി മാ വഅദ്തനി, പടച്ചവനെ എന്നോട് നീ വാഗ്ദത്തം ചെയ്തത് നീ എനിക്കു നൽകണമേ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുവേ എനിക്ക് നീ കരാർ ചെയ്തിട്ടുള്ളത് നീ എനിക്ക് നൽകണമേ. അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദ, പടച്ചവനെ നീ എങ്ങാനും ഈ കൊച്ചു സംഘത്തെ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ ആരാധിക്കുന്നവർ ഈ ഭൂമുഖത്ത് ഇനി ഉണ്ടാവുകയില്ല റബ്ബേ, കാരണം എനിക്ക് ശേഷം പ്രവാചകന്മാരില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ നീ വാഗ്ദത്തം ചെയ്ത വിജയം എനിക്ക് നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് വാഗ്ദത്തം ചെയ്തിരുന്നു, വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈനി അന്നഹാ ലക്കും, ആ 2 സംഘങ്ങളിൽ ഒന്ന് നിങ്ങൾക്കുള്ളതാണ്. ഒന്ന് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യമാണ്. രണ്ടാമത്തത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘമാണ്. ഈ 2-ൽ-1 നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തിത്തരും എന്ന് അള്ളാഹു പ്രവാചകനോട് വാഗ്ദത്തം ചെയ്തിരുന്നു. അതാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്, ആ വാഗ്ദത്തം നീ പൂർത്തീകരിക്കണമേ റബ്ബേ എന്ന്. അതുപോലെ മറ്റൊരു പ്രാർത്ഥന കാണാം, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅസ്ബിഉഹും, പടച്ചവനെ വിശന്നൊട്ടിയ വയറുമായിട്ടുള്ളവരാണ് എൻ്റെ കൂടെയുള്ളത്, അല്ലാഹുവേ അവരുടെ വിശപ്പിനെ നീ അകറ്റണമേ. അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുവേ ഈ മരുഭൂമിയിൽ ചെരിപ്പ് പോലും ധരിക്കാനില്ലാത്തവരാണ് എൻ്റെ കൂടെയുള്ളത്, അവർക്ക് നീ പാദരക്ഷ അണിയിപ്പിക്കണമേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സൂഹും, അല്ലാഹുവേ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ് എൻ്റെ കൂടെയുള്ളത്, പടച്ചവനെ അവർക്ക് നീ വസ്ത്രം നൽകണമേ എന്ന പ്രവാചകന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. ആ രൂപത്തിലുള്ള ആളുകളാണ് പ്രവാചകന്റെ ഒപ്പമുള്ളത്.
അവിടെ ഒപ്പമുള്ള കരുത്ത് എന്ന് പറയുന്നത് ഈമാനാണ്, വിശ്വാസമാണ്. ആ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമാണ് ഈ രംഗത്തെ പ്രതിരോധിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ അവർക്ക് വിജയം നൽകി. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ എന്നാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച സന്ദർഭം പടച്ചവനെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. തുടരെ തുടരെ ഇറങ്ങി വരുന്ന ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയുണ്ടായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാലാഖമാർ വിശ്വാസികൾക്ക് കവചം തീർത്തിട്ടുള്ള ദിവസമാണ് ബദർ എന്ന് പറയുന്നത്. അവർ ശത്രുവിനെ വെട്ടാൻ പോകുന്ന, തലയെടുക്കാൻ പോകുന്ന സമയത്തേക്ക് ശത്രുവിന്റെ തല അതിനു മുമ്പേ അറ്റുവീഴുന്നുണ്ട്. അഥവാ അവിടെ മാലാഖമാരുടെ ഇടപെടലാകുന്നു അത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അങ്ങനെ ബദർ യുദ്ധത്തിൽ ഐതിഹാസികമായ വിജയം ലഭിക്കുകയുണ്ടായി. കൊടുങ്കാറ്റുപോലെ വന്നിട്ടുള്ള ആ സൈന്യം പിന്തിരിഞ്ഞോടുന്ന രംഗമാണ് ബദറിന്റെ രംഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചുവന്ന് തുടുത്ത മക്ക കുതിരകൾ പ്രവാചകന് സ്വന്തമായിട്ട് ലഭിച്ചു. പൂഞ്ഞ തുടുത്ത ഒട്ടകങ്ങൾ പ്രവാചകന് ഒരുപാട് ലഭിക്കുകയുണ്ടായി. മുതുക് കുനിയാൻ മാത്രമുള്ള വിധത്തിലുള്ള ഗനീമത്ത് സ്വത്തുക്കൾ പ്രവാചകന് ലഭിച്ചു. അങ്ങനെ മദീന എല്ലാ അർത്ഥത്തിലും ധന്യമാവുകയാണ്. ഞാൻ ഈ പറഞ്ഞ ഈ ചരിത്രങ്ങളെയൊക്കെ വിശദീകരിക്കുകയാണ് എങ്കിൽ മണിക്കൂറുകളോളം വിശദീകരിക്കാനുണ്ടാകും. ഇതെല്ലാം കേൾക്കുവാനും വിശാലമായി അറിയുവാനും പറ്റുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ റമളാനിൽ നമ്മൾ വിശ്രമിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് ഈ ചരിത്രങ്ങൾ സത്യസന്ധമായി വിവരിക്കുന്ന, ആ ചരിത്രങ്ങൾ വിവരിക്കുന്ന ആളുകളുടെ ആ പ്രസംഗങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്ന് കേൾക്കുന്നത്, നാം ഒരു പക്ഷേ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്തായിരുന്നാലും കേൾക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ ഏറ്റവും ഉപകരിക്കും എന്നോർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈനി ഇൽതഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വ ഉഖറാ കാഫിറത്തുൻ. രണ്ട് സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയതിൽ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾക്ക് പാഠമുണ്ട്. ഒരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്തത്, മറുവിഭാഗമാകട്ടെ അവർ സത്യനിഷേധികളുമായിരുന്നു. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. ശത്രു സംഘത്തിന് ഈ ന്യൂനപക്ഷമായ ആളുകളെ അവർക്ക് ഇരട്ടിയുള്ളതായി തോന്നിപ്പിക്കപ്പെട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ അവർക്ക് ഏറ്റവും വലിയ വിജയം അല്ലാഹു നൽകുകയുണ്ടായി. അപ്പോൾ അത്രയും വലിയ പാഠം അതിൽ നിന്ന് ഉൾക്കൊള്ളുവാനുണ്ട്. തൗഹീദ് ഉൾക്കൊള്ളുവാനുള്ള ഒരു പാഠമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു പാഠമാണത്. ആ ബദറിൽ പങ്കെടുത്ത വിശ്വാസികളായ ആളുകൾ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഫളിൽ അർഹിക്കുന്ന, ശ്രേഷ്ഠത അർഹിക്കുന്ന ആളുകളാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു വരുന്നത് ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാല ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കി പറഞ്ഞു, ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചോളൂ, എല്ലാം നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. ആ ബദറിന് ശേഷവും പതിറ്റാണ്ടുകൾ ജീവിച്ചവരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളോട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ചുകൊള്ളൂ. അല്ലാഹ് പറയുന്ന അല്ലാഹുവിനറിയാം അവർ സത്യവഴിയിൽ നിന്ന് പിന്തിരിയുകയില്ല എന്ന്. എന്നാലും നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് ജീവിച്ചിരിക്കുമ്പോ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ആളുകളാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. സ്വഹാബത്തിനെ മൊത്തത്തിൽ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത് ലാ തസുബ്ബു അസ്ഹാബി,
എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയരുത് കേട്ടോ, അവരെ നിങ്ങൾ നിന്ദിക്കരുത് കേട്ടോ. കാരണം എന്തെന്നോ, നിങ്ങൾ ഉഹുദ് ബലയോളം നിങ്ങൾ ദാനം ചെയ്താലും അവർ ദാനം ചെയ്തതിൻ്റെ ഒരു മുദ്ദോളമോ അതിൻ്റെ പകുതിയോ വരികയില്ല. നിങ്ങൾ ഉഹുദ് മലയുടെ അത്ര ദാനം ചെയ്താലും അവർ ദാനം ചെയ്ത ഒരു മുദ്ദിന്റെ അതിൻ്റെ പകുതിയുടെ അത്രക്ക് പോലും വരികയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് ഈ ബദരീങ്ങളായിട്ടുള്ള ആളുകളുമാണ്. ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാവുന്നതാണ്. ബദറും ഉഹുദും ഖന്തക്കുമെല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കം ഫത്ഹിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകുന്ന ഒരു സമയത്ത് അത് രഹസ്യമാക്കി വെച്ചതാണ് പ്രവാചകൻ. ബദറിലേക്ക് നമ്മൾ മക്കയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്ന രംഗം വളരെ രഹസ്യമാക്കിയാണ് പ്രവാചകൻ സൂക്ഷിച്ചത്. വളരെ വിശ്വസ്തരായ സ്വഹാബത്തുമായി മാത്രമേ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ വിഷയം ഹാത്തിബ് റളിയല്ലാഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി, ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബി രഹസ്യമായി മക്കയിലേക്ക് വിവരം കൊടുക്കാൻ ശ്രമിച്ചു. ഒരു സ്ത്രീയുടെ വശം ഒരു എഴുത്ത് കൊടുത്തയച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഈ വിവരം അറിയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഈ സ്ത്രീയെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. കുറേ ദൂരം സഞ്ചരിച്ചു, ആ സ്ത്രീയെ കണ്ടുപിടിച്ചു. ആ സ്ത്രീയെ എങ്ങനെ ചോദ്യം ചെയ്തിട്ടും ആ എഴുത്തിനെ പറ്റി ഒന്നും അവർ പറയുന്നില്ല. അവസാനം ആ സ്ത്രീയുടെ മുടിക്കെട്ടിൽ നിന്ന് ആ കൊടുത്ത എഴുത്ത് കണ്ടുപിടിച്ചു എന്നാണ്. അങ്ങനെ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ ഹാജരാക്കിയിട്ട് ചോദിച്ചു, ഹാത്തിബേ, എന്താണ് ഇങ്ങനെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ വലിയ വലിയ ഗോത്രത്തിൽ പിറന്നവരും അതുപോലെയുള്ള ആളുകളുമാണ്. മക്കം ഫത്തിന്റെ സമയത്ത് അവിടേക്ക് എത്തിയാൽ നിങ്ങളെ സംരക്ഷിക്കാനോ സഹായിക്കാനോ ആരെങ്കിലും ഒക്കെ ഉണ്ടായേക്കാം. എന്നാൽ എൻ്റെ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവിടെ എന്നെ സഹായിക്കാൻ പറ്റിയവർ കുറവാണ്. അതല്ലാതെ ഒരു ദുരുദ്ദേശവും എനിക്കില്ല പ്രവാചകരെ. വല്ലാഹി മാ കഫർതു മുൻദു അസ്ലംതു, ഞാൻ മുസ്ലിമായതിനു ശേഷം നിഷേധത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല പ്രവാചകരെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദൻ ലി അൻ അദ്രിബ ഉനുക ഹാദൽ മുനാഫിഖ്, പ്രവാചകരെ, ഈ മുനാഫിഖിന്റെ തലയെടുക്കാൻ എനിക്ക് അനുവാദം തരൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു. അപ്പൊ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്താണ്? വമാ യുദ്രീക യാ ഉമർ ലഅല്ലല്ലാഹ ഇത്തറഅ അലാ അഹ്ലി ബദരിൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ തിരുവചനമാണ്. എന്താ ഉമറെ വിചാരിച്ചത്? ബദറിൽ പങ്കെടുത്ത ഒരാളെ കുറിച്ചാണോ നീ ഇത് പറയുന്നത്? അവരിൽ എന്തെങ്കിലും ഒരു പോരായ്മയോ അശ്രദ്ധയോ സംഭവിച്ചാൽ തന്നെയും അതൊരു മുഖവിലക്കെടുക്കേണ്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോർത്തിക്കൊടുത്തത് എങ്കിൽ പോലും ബദറിൽ പങ്കെടുത്തു എന്ന ആ ശ്രേഷ്ഠത നിമിത്തം അയാളെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ബദരീങ്ങളുടെ സ്ഥാനമാണത്. അതുപോലെ ആയിഷ ബീബിയുടെ പേരിലുള്ള ഒരു ഹദീസുൽ ഇഫ്ക് എന്ന് പറയുന്ന ഒരു സംഭവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായിരുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ അവസാനം സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം വാഹനത്തിന്റെ മുകളിൽ സഫ്വാൻ നടക്കുകയാണ്. ആയിഷ ബീബി വാഹനപ്പുറത്താണ്. അങ്ങനെ മദീനയിലെത്തിയപ്പോ അതിന് എതിരിൽ പ്രചാരണം നടത്തിയതിൽ ഒന്ന് മിസ്തഹ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ കഴിയുന്ന ആളാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഇസ്ലാമിന്റെ നാവ് എന്നറിയപ്പെടുന്ന, പ്രവാചകന്റെ കവി എന്നറിയപ്പെടുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത് ഹന്നാ ബിൻത് ജഹ്ഷ് എന്ന് പറയുന്ന സഹോദരി. ഈ മൂന്നാളുകളും പ്രധാനികളായ ആളുകളാണ്. അങ്ങനെ ഈ വിഷയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ആയിഷ ബീബിക്ക് സേവനം ചെയ്യുന്ന ആളാണ്. പുറത്തു പോയി വെളിയിൽ പോയി തിരിച്ചു പോരുമ്പോ ഒരിക്കൽ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഇങ്ങനെ സ്വയം പറയുന്നു, തഇസ മിസ്തഹ്, തഇസ മിസ്തഹ്, മിസ്തഹ് നശിക്കട്ടെ, മിസ്തഹ് നശിക്കട്ടെ എന്നിങ്ങനെ പറയുന്നു. അപ്പൊ എന്താ അങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോ വിവരം പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ആയിഷ ബീബി വിവരം പറയുന്നത്. അപ്പൊ ആയിഷ ബീബി പ്രതികരിക്കുന്നത് എന്തെന്നോ, ഈ സമയത്ത് അത്തഖൂലീന അലാ റജുലിൻ ഷഹീദ ബദർ,
ബദറിൽ പങ്കെടുത്ത ഒരാളെ കുറിച്ചാണോ ഈ രൂപത്തിൽ നീ പറയുന്നത്? പറയാൻ പാടില്ല. ഐഷാബിനെ കുറിച്ചാണ് ഈ അപരാധം പറയുന്നത്. എന്നിരുന്നാൽ പോലും ബദറിൽ പങ്കെടുത്തുന്ന ഒരാളെ കുറിച്ച് ഈ രൂപത്തിൽ പറയാൻ പാടില്ല എന്ന്. അപ്പോ അത്രക്ക് ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് ബദർ എന്ന് പറയുന്നത്. ഞാൻ ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയുമോ? എന്നാൽ ഇന്ന് ബദറിനെ ആത്മീയ ചൂഷണം നടത്തുകയാണ്. ഈ ബദരീങ്ങളെയും ബദറിനെയുമെല്ലാം ആത്മീയ ചൂഷണം നടത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക. ബദർ മാല എന്ന് പറയുന്ന കള്ളക്കഥകൾ, ബദർ മൗലിദ് എന്ന് പറയുന്ന കള്ളക്കഥകൾ, അതുപോലെ ആ വിഷയത്തിൽ തങ്ങൾക്കവരോട് സ്നേഹമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ബദരീങ്ങളുടെ ആണ്ട് പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് അതിനെ ആത്മീയ ചൂഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് സമൂഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് അവർ കേൾക്കുമെന്നാണ്, അവർ അറിയുമെന്നാണ്, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരുമെന്നാണ്, വീട്ടിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്നാണ്, കള്ളൻ വരാതിരിക്കാൻ ഈ ബദരീങ്ങളുടെ പേര് ആ ചാർട്ട് വീട്ടിൽ തൂക്കിയാൽ മതിയെന്നാണ്. ഇങ്ങനെ പറയുന്ന ഒരുപാട് ലക്ഷ്യങ്ങളാണ് അവർക്ക് അവരോട് പ്രാർത്ഥിക്കുവാനും ഈ മൗലിദ് കഴിക്കാനുമെല്ലാം ഉള്ളത്. എന്നാൽ നാം ഈ പറഞ്ഞ ശ്രേഷ്ഠരായ ബദരീങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു സംഗതി, ഒരു കാശുള്ള ആളോടല്ലേ നമ്മൾ കാശ് കടം ചോദിക്കാൻ പറ്റൂ? കാശില്ലാത്ത പച്ച പാപ്പറായ ഒരാളോട് കടം ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കിട്ടൂല. അതുപോലെ സ്വന്തം കയ്യിലുള്ള അനുഭവിക്കുന്ന ആണെങ്കിൽ മാത്രമല്ലേ ചോദിക്കാൻ പറ്റൂ. എന്നാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ബദരീങ്ങൾക്ക് കഴിയുമെങ്കിൽ അവർക്ക് സ്വയം ദാരിദ്ര്യ നിർമ്മാർജ്ജനമുള്ള അവസ്ഥയിൽ ജീവിക്കാൻ കഴിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ നമുക്കറിയാം. മാസങ്ങളോളം തീപ്പുക ഉയരാത്ത ദിവസങ്ങളാണ് അവിടെയുള്ളത്. പ്രവാചകന്റെ ഭാര്യമാർ പ്രവാചകനോട് പരാതിപ്പെടുകയാണ്. ഒന്നിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് റേഷൻ പോരാ, കുറച്ച് വർദ്ധിപ്പിച്ചു തരണം. മറുപടി പറയാൻ പ്രവാചകന്റെ അടുക്കൽ ഒന്നുമില്ല. അല്ലാഹ് ആയത്തിറക്കി കൊടുത്തു. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക എന്ന് പറയുന്ന സൂറത്തു അഹ്സാബിലെ 28, 29 വചനങ്ങൾ. അല്ല, നിങ്ങൾ ദുനിയാവിൽ സുഭിക്ഷതയും അതുപോലെ തന്നെ സൗകര്യപ്രദമായ ജീവിതവുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലിത്തരാം. വേറൊരു മാർഗവുമില്ല. നിങ്ങൾ ചോദിക്കുന്നത് ന്യായമാണ്. നിങ്ങൾ പട്ടിണിയാണ് എന്നത് ശരിയാണ്. വീട്ടിൽ തീപ്പുക ഉയരുന്നില്ല എന്നത് ശരിയാണ്. പക്ഷെ അത് പരിഹരിക്കാൻ എൻ്റെ അടുക്കൽ വഴിയില്ല. നിങ്ങൾ ഈ സുഖ സൗകര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലി മോചിപ്പിച്ചു തരാം. നിങ്ങൾക്ക് നല്ല ഭർത്താക്കന്മാരെ തേടിപ്പോകാം. അല്ല, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ആഖിറത്തിലെ വിജയത്തെയുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം എന്ന. ആരാണത്? ബദരീങ്ങളുടെ നേതാവാണ് ഈ പറയുന്നത്. പട്ടിണി മാറ്റാൻ സ്വയം തനിക്ക് തന്നെ കഴിയുന്നില്ല, സ്വന്തമായിട്ട് തന്നെ ഇല്ല എന്ന് പറയുന്ന ആ ബദരീങ്ങളോട് നമ്മൾ പട്ടിണി മാറ്റാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? ഖന്തക്കിന്റെ യുദ്ധം നമുക്കറിയില്ല. ചുറ്റും കിടങ്ങ് കുഴിച്ചുകൊണ്ട് ചെയ്ത യുദ്ധമാണ്. അവർ ആ കിടങ്ങ് കുഴിക്കുമ്പോ വയറ്റത്ത് കല്ലായിരുന്നു എന്ന് നമുക്കറിയാം. കല്ലായിരുന്നു അവരുടെ വയറ്റത്ത്. എന്താ? വിശന്നൊട്ടിയ വയറാണ്, ഭക്ഷണം കഴിക്കാനില്ല. ബദരീങ്ങളാണ് കുഴിക്കണത്. ബദറിൽ അല്പം ആളുകൾ മാത്രമല്ലേ ഷഹീദായിട്ടുള്ള, ബാക്കിയുള്ളവർ ഉഹുദിലും ഖന്തക്കിലും ഹുനൈനിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷവും സാധാരണഗതിയിൽ മരണപ്പെട്ടു പോയവരുണ്ട്. അവരൊക്കെ പട്ടിണി കിടന്നുകൊണ്ടാണ് ആ ഖന്തക്കിന്റെ കുഴി കുഴിക്കുന്നത്. അപ്പോ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു കാര്യമില്ലാത്ത ആളുകളോട് എങ്ങനെയാണ് നമ്മൾ ഇവിടെ ബദർ മാലയിലൂടെയോ മൗലിദിലൂടെയോ ഞങ്ങളുടെ ദാരിദ്ര്യം മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട്? അതുപോലെ രോഗശമനം കിട്ടുമെന്നാണ്. അവരുടെ മൗലിദ് ചൊല്ലിയാൽ, അതല്ലെങ്കിൽ അവരുടെ മാല പാടിയാൽ രോഗശമനം കിട്ടുമെന്നാണ്. എന്നാൽ അവർ സ്വന്തമായിട്ട് ആ കഴിവുള്ളവരാവേണ്ടയോ? ബദരീങ്ങളിൽ ആ രൂപത്തിലുള്ള രോഗം ബാധിച്ചുകൊണ്ടാണ് പല ആളുകളും മരണപ്പെടുന്നത്. ആ കാലത്ത് പടർന്നു പിടിച്ച പ്ലേഗ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ടായിരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്ലേഗ് രോഗം പിടിപെട്ടുകൊണ്ട് ഷാമിൽ വെച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത്. അബൂ ഉബൈദ ബദറിന്റെ ദ്വന്ദ്വ യുദ്ധത്തിൽ ആദ്യമായി മൂന്ന് പേരും ഇറങ്ങി യുദ്ധം ചെയ്തപ്പോ അതിൽ ഒരാളാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അത്രക്ക് ശ്രേഷ്ഠനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്ലേഗ് എന്ന് പറയുന്ന മഹാരോഗം പിടിപെട്ടാണ് മരണപ്പെടുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു, അബൂജഹലിനെ കൊലപ്പെടുത്തിയ മഹാൻ, ആ മുആദ് റളിയല്ലാഹു അൻഹു ആദ്യം ഭാര്യയ്ക്ക് പ്ലേഗ് രോഗം ബാധിച്ചു.
അതിനുശേഷം മകന് പ്ലേഗ് രോഗം ബാധിച്ചു, ശേഷം അദ്ദേഹത്തിനും പ്ലേഗ് രോഗം ബാധിച്ചു. 3 പേരും മരണപ്പെട്ടത് പ്ലേഗ് രോഗം ബാധിച്ചുകൊണ്ടാണ്. അത് അവരുടെ ദോഷമല്ല, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദോഷവും അതുവഴിയില്ല, അള്ളാഹുവിന്റെ വിധിയാണ്. എന്നാൽ ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ബദരീങ്ങളായ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? അതുപോലെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരും അങ്ങനെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. സാധാരണഗതിയിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളും ആ കൂട്ടത്തിൽ കാണാവുന്നതാണ്. എന്നാൽ അവർക്ക് അതിൽ നിന്ന് സ്വയം മോചിതരാകാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവരോട് നമ്മൾ ഇവിടെ മാലിയും മൗലീദും ചൊല്ലിയിട്ട് വല്ല കാര്യവുമുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചാൽ അവർ അറിയുമോ? നമ്മുടെ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വരുമോ? അദൃശ്യമായ കാര്യങ്ങൾ അറിയുവാനുള്ള കഴിവ് അവർക്കുണ്ടോ? ഈ വിശ്വാസത്തിലൊക്കെയാണല്ലോ അവരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് ചാട്ടുളി പ്രയോഗിച്ചുകൊണ്ട് വഹിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. ഹംസ റളിയല്ലാഹു അൻഹു ധീരനായ ബദരീങ്ങളാണ്. ആ ബദരീങ്ങളായ ഹംസ റളിയല്ലാഹു അൻഹുവിന് തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ ചാട്ടുളി പ്രയോഗിക്കുവാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വഹിഷി അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അത് അദൃശ്യമായ കാര്യമാണ്, തൊട്ടപ്പുറത്താണ്. എന്നിട്ട് കൂടും ബദരീങ്ങളായ ഹംസ റളിയല്ലാഹു അൻഹുവിന് അത് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് യുദ്ധത്തിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു കിംവദന്തി സത്യനിഷേധികളായ ആളുകൾ പ്രചരിപ്പിച്ചു. വിശ്വാസികളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി എന്തിനാ നമ്മൾ യുദ്ധം ചെയ്യുന്നത്? നബി മരിച്ചണമെങ്കിൽ പിന്നെന്തിനാ യുദ്ധം എന്ന ഒരു രൂപം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഹലുമ്മു ഇലയ്യ വ അന ഫീകും ഹയ്യുൻ, ഞാനിതാ ഇവിടെണ്ട്, എൻ്റെ അടുക്കലേക്ക് വരൂ. അപ്പോ പൊടിപടലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ തൊട്ടപ്പുറത്ത് പ്രവാചകൻ ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ ബദരീങ്ങളായ ഈ ആളുകൾക്ക് കഴിയുന്നില്ല. പൊടിപടലങ്ങൾക്കുള്ളിലുള്ള നബിയെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ആ പ്രവാചകനോടും ഈ സ്വഹാബത്തിനോടും ബദരീങ്ങളോടും നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് അവരോട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയാണ് അവർക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുക? എന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുമോ? ഉണ്ടാക്കുവാൻ കഴിയുമോ? നാം നേരത്തെ പറഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി, എന്നിട്ട് ഹിന്ദു എന്ന് പറയുന്ന സ്ത്രീ അതുപോലെ തൻ്റെ തോഴിമാരായ ആളുകളും കൂടി മൂക്കും ചെവിയും കണ്ണും ലിംഗവും അരിഞ്ഞെടുത്തുകൊണ്ട് മാല കോർത്ത് അവർ ആർത്തട്ടഹസിക്കുകയാണ്, നൃത്തം ചെയ്യുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അവയവങ്ങൾ ഛേദിച്ചെടുത്തുകൊണ്ട് അത് കഴുത്തിലണിഞ്ഞ് വഹിഷിക്കും നൽകി അവിടെ ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. എന്നിട്ട് മരിച്ചു കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ ബദരീങ്ങൾക്കോ അവിടെയുണ്ടായിരുന്ന മറ്റു ബദരീങ്ങൾക്കോ എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ അവിടെ കഴിഞ്ഞോ? അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമുക്ക് ഈ ആത്മീയ ചൂഷണങ്ങൾ, ഇന്ന് നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ആത്മീയ ചൂഷണങ്ങൾ വഴിവിട്ടതാണ് എന്ന തിരിച്ചറിവാണ്. യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ശക്തിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തിയാണ് ഈ ബദറിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. എത്ര കുറച്ച് ന്യൂനപക്ഷമായിരുന്നാലും പടച്ച റബ്ബിന്റെ സഹായം അവനിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് ബദറിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതുകൊണ്ട് നേരായ രൂപത്തിൽ ബദറിൽ നിന്ന് തൗഹീദിന്റെ ശക്തി സ്വാംശീകരിക്കുന്ന, കരസ്ഥമാക്കുന്ന, അങ്ങനെയുള്ള ചരിത്രങ്ങൾ പഠിച്ച് പാഠമാക്കുന്ന ആളുകളാകുക നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅ്മതിഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഒരു കാരണവുമില്ലാതെ ഇറാൻ്റെ മേൽ കടന്നു കയറ്റം നടത്തി ഏകപക്ഷീയമായ ഒരു യുദ്ധം ഉണ്ടാക്കിയ സാഹചര്യമാണ്
എന്ന് നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ആണവ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറിയിട്ടുള്ളത്. മാത്രവുമല്ല, ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ വകവരുത്തുകയും സൈനിക നേതാക്കന്മാരെയും ഭരണ നേതൃത്വത്തിലിരിക്കുന്ന പലരെയും കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും നമുക്കറിയാം. അതിക്രൂരമായി കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന 160-ലധികം പെൺകുട്ടികളെ കൊല ചെയ്യുന്ന രൂപത്തിലുള്ള ക്രൂര വിനോദവും ഇസ്രായേൽ സൈന്യം നടത്തിയതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ആ രാജ്യത്തെക്കുറിച്ച് നമുക്കറിയാം, ആരുടെയെങ്കിലും ഊരയിൽ ചാരി നിന്നുകൊണ്ടല്ലാതെ ആ രാജ്യത്തിന് സ്വന്തമായി ഒരസ്തിത്വമില്ല. സ്വന്തമായി ആ രാജ്യത്തിന് വേറൊരു രാജ്യത്തെ നേരിടുവാനോ ആണവ കേന്ദ്രങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെയുള്ള ഒരു ധൈര്യമോ അസ്തിത്വമോ ഇല്ല. മറ്റ് രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്, ഇപ്പോൾ അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ നെറികേടുകൾ മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളിൽ നമ്മുടെ മുസ്ലിങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അത് പീഡിതരുടെ കൂടെ നിൽക്കുക എന്നതാണ്. ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവരാരാണോ അവരോടൊപ്പം മനസ്സുണ്ടാവുക, അവരുടെ ആ രൂപത്തിലുള്ള ചിന്തയുണ്ടാവുക എന്നതാണ്. പക്ഷേ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഴിവിട്ട ചർച്ചകളിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ പരമോന്നത നേതാവ് ഷഹീദാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇത് ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന ആ കാര്യത്തിലും ആ രൂപത്തിലൊക്കെ ചർച്ച ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചർച്ച ചെയ്തുകൊണ്ട് ഒരു സുന്നിയെയോ ഷിയയെയോ സ്ഥാപിക്കുവാനുള്ള ഒരു യുദ്ധമല്ലല്ലോ അത്. രാജ്യത്തിൻ്റെ കടന്നുകയറ്റം എങ്ങനെയാണോ, അവിടെ ആക്രമിക്കപ്പെട്ടവരാരാണോ അവരുടെ കൂടെ നിൽക്കുക എന്ന ഒരു ചിന്താഗതിയാണ് നമ്മളിലുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചും ആ ജൂതരാഷ്ട്രത്തെ സംബന്ധിച്ചുമെല്ലാം അതിൻ്റെ ചരിത്രങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അത് ദിനംപ്രതി പത്രങ്ങളിലും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ വരുന്നതാണ്. നാം അത് പഠിക്കുകയും മനസ്സിലാക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുക. ഇന്ന് കെയർ ഹോമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കളക്ഷനാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ ഗ്രൗണ്ടിൽ തന്നെ ബഹുനില കെട്ടിടത്തിൽ നിർധനരായ ക്യാൻസർ രോഗികൾ, അതുപോലെ കിഡ്നി മാറ്റിവെച്ചവർ, ലുക്കീമിയ ബാധിച്ചിട്ടുള്ള കുട്ടികൾ, നട്ടെല്ലിന് പരിക്കേറ്റിട്ടുള്ള ആളുകൾ, അഥവാ പരസഹായത്തോടു കൂടിയും വളരെ വിഷമതയോടുകൂടിയും ഒരിക്കലും പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ അണുമുക്തമായ സ്ഥലത്ത് തന്നെ അവരുടെ ഈ കീമോയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ നടക്കുന്ന സമയത്ത് അവർക്ക് അത്തരത്തിലുള്ള സൗകര്യം വേണം. അവിടെ വന്ന് അത്തരത്തിലുള്ള ചികിത്സകൾ നടത്തി വീട്ടിൽ പോയി വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും ആ ചികിത്സകൾ നടത്താൻ കഴിയില്ല. പാവപ്പെട്ട ആളുകൾക്കാണെങ്കിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും ഒക്കെ ചെലവ് വരും. അവരടുക്ക് സ്വരൂപിക്കാനുണ്ടാവുകയുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ സൗജന്യമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഡോക്ടർമാരും നഴ്സുമാരും മറ്റവർക്ക് വേണ്ട എന്തെല്ലാം വേണമോ അതെല്ലാം നൽകിക്കൊണ്ട് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് കെയർ ഹോം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ഒരു പക്ഷേ നിമിഷങ്ങൾ മതി, സെക്കൻഡുകൾ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള അവസ്ഥകൾ, അതിൽ നിന്ന് നമ്മൾ സംരക്ഷിതരാവുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ നൽകുന്ന ഇതുപോലെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ നൽകുന്ന സംഭാവനകളിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള നിങ്ങളുടെ സ്വതക്കകൾ ബലാഉകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമെന്ന്. അപ്പോൾ നമ്മളങ്ങോട്ട് എത്തിപ്പെടാതിരിക്കുകയും എത്തിപ്പെട്ട ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ നമ്മളിൽ നിന്ന് എത്രമാത്രം ചെലവഴിക്കാൻ കഴിയുമോ, ഒരു മാസം 17 ലക്ഷം രൂപയിലധികം
അവിടെ ചെലവാകുന്നുണ്ട്. ഒക്കെയും ഇതുപോലെയുള്ള പള്ളികളിൽ നിന്നും ഉദാരമതികളായ ആളുകളിൽ നിന്നും ലഭിക്കുന്ന സംഭാവനകളാണ്. ആളുകൾക്കറിയാം അത് കൊടുത്താൽ അതുകൊണ്ടുള്ള കാര്യം എന്താണ് എന്ന്. അത്തരത്തിൽ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അവരിൽ നിന്നുള്ള മനസ്സറിഞ്ഞുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സൗഖ്യത്തിനും കാരണമായി തീരും, നമ്മുടെ എല്ലാ നന്മക്കും കാരണമായി തീരും. അതുകൊണ്ട് എത്രമാത്രം നൽകിയാലും അത് തികയാത്ത ഒരു അവസ്ഥയിലാണ് ആ സംരംഭം ഇപ്പോഴുള്ളത്. ഇന്ന് കേരളത്തിലെ മുഴുവൻ പള്ളികളിലും ഇതുപോലെയുള്ള എല്ലാവരും ഏറ്റെടുത്ത ഒരു സംരംഭവുമാണ്, എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംരംഭവുമാണ്. എല്ലാ ആളുകളും അതുമായി പരമാവധി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാനിൽ അവശേഷിക്കുന്ന ദിനങ്ങളെയും ഏറ്റവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബദർ എന്ന് പറയുന്ന ചരിത്ര സംഭവത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കരുത്ത് നേടിക്കൊണ്ട് തൗഹീദിൻ്റെ പാതയിൽ അടിയുറച്ച് നിൽക്കുവാനും അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ഒരു സഹോദരി വളരെ അത്യാസന്ന നിലയിലാണ്, പ്രാർത്ഥിക്കണം എന്ന് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് അത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് മോചനം നൽകുകയും ശിഫയാകുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു പ്രയാസകരമായ രോഗത്തിൽ അകപ്പെട്ട ഒരു സഹോദരനും അതുപോലെ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലുമെല്ലാം ഉണ്ട്. അള്ളാഹുവേ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അവരുടെ രോഗം എത്ര മൂർജിച്ചതായിരുന്നാലും അവർക്ക് ആശ്വാസവും ശമനവും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പായി അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് ഇഴ്തികാഫും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം ശ്രദ്ധയോടുകൂടി നിർവഹിക്കുവാനുള്ള ആത്മവിശ്വാസവും തൗഫീഖും മാനസികാവസ്ഥയും ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാൻ കഴിയുന്ന ഏറ്റവും മുഖറബീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.